നമ്മൾ ഐഡലായിട്ട് വിചാരിക്കുന്ന ആളുകളെ നമ്മൾ അടുത്ത് കാണുക, അവരിൽ നിന്ന് നമുക്ക് ലെസൺസ് കിട്ടുക. ഇപ്പോൾ ഓരോ പാട്ടിന്റെ ഗ്രൂമിങ്ങിന്റെ മുമ്പൊക്കെ ചിത്ര ചേച്ചിയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് എപ്പോഴെങ്കിലും ഇത് ശരിക്കും നടക്കണമാണോ അതെനിക്ക് തോന്നണം, അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ജേർണിയിൽ? ആദ്യത്തെ ഒരു 2 ഷെഡ്യൂളിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ചിത്രേച്ചയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തന്നെ ഇവിടെ ഫ്ലോർ ഷൂട്ടിന് ഗ്രാൻഡ് ഓഡിഷൻ സമയത്ത് ആണ് ചിത്രേച്ചയെ കാണുന്നത്. ഫ്ലോറിലേക്ക് ഞാൻ പാടാൻ ഇങ്ങനെ കയറി പാടാൻ നിൽക്കുമ്പോഴാണ് ചേച്ചി ഫ്രണ്ടിലിരിക്കുന്നത്. അന്ന് മമത ചേച്ചി ഉണ്ടായിരുന്നു, വിധിച്ചേട്ടൻ, സിത്തു. അത് കഴിഞ്ഞിട്ടാണ് കീരവാണി സാറൊക്കെ വന്നത്. ചിത്രേച്ചയൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ കാലം നമ്മൾ കേക്ക് മാത്രം ചെയ്തിരുന്ന ഒരാളാണ്. ഫോണിൽ കൂടെ ഇങ്ങനെ കാണുകയൊക്കെ ചെയ്തിരുന്ന ആൾ നേരിട്ട് എൻ്റെ മുമ്പിലിരിക്കുന്നു. പാട്ട് പാടി കഴിഞ്ഞിട്ട് ബൽറാം പാട്ട് നന്നായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറയുന്നു. അതിൽ കുറച്ച് ഭാഗമൊക്കെ വന്നിട്ടുള്ളൂ, സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് കട്ട് ചെയ്തിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ചിത്രേച്ചി അല്ലേ എൻ്റെ പേര് ഇപ്പോൾ പറഞ്ഞത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ആലോചിച്ചൊരു കാര്യം ഇതായിരുന്നു, അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ചിത്രചേച്ചിന്നല്ലേ എൻ്റെ പേരിപ്പോൾ വിളിച്ചത്, പാട്ട് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ശരിക്കും ഉണ്ടായത് തന്നെയാണോ എന്ന് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ആലോചിക്കും, റിയലൈസ് ആവാൻ വേണ്ടി. അത് നടന്നു, പക്ഷെ അത് നടന്നത് സത്യം തന്നെയാണോ എന്ന് ആലോചിക്കുന്നൊരു പോയിന്റ് ഉണ്ട്. അങ്ങനെ ആലോചിച്ചിരുന്നു ആദ്യത്തെ ഒരു 1-2 ഷെഡ്യൂളിന്. പിന്നീട് ചിത്രചേച്ചി നമ്മുടെയാണെന്ന് എനിക്ക് തോന്നി. എനിക്കെന്നല്ലേ, അവിടുത്തെ എല്ലാ കണ്ടസ്റ്റൻസിനും തോന്നി ചിത്രചേച്ചി, അവിടുത്തെ ജഡ്ജസ് വിധിച്ചേട്ടനായാലും സിത്തു ആയാലും നമ്മുടെ സ്വന്തമാണെന്നുള്ളൊരു തോന്നൽ ഉണ്ടായി. കാരണം അങ്ങനെ ആയിരുന്നു ആ ഫ്ലോർ. ഒരുപാട് മിസ് ചെയ്യും സത്യം പറഞ്ഞാൽ ആ ഒരു ഫ്ലോറും അവിടുത്തെ എല്ലാവരെയും.